എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ 2026 വിഷു ഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ചോതി നക്ഷത്രത്തിൻ്റെ 2026 വിഷു ഫലമാണ് പറയാൻ പോകുന്നത്. ചോതി നക്ഷത്ര ജാതകരായിട്ടുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഈ 2026 ഉള്ളത്. കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇത്. നിങ്ങൾ എന്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇത്. പ്രണയത്തിൽ നഷ്ടം അനുഭവപ്പെടുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കേണ്ട ഒരു അവസരമുണ്ടാകും. സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. എന്തെങ്കിലും കടബാധ്യതകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീട്ടാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഇത്. ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു കാലയളവാണ്. കുറേ നാളുകളായി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ആരോഗ്യപരമായിട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഭേദം വരുന്ന ഒരു കാലയളവാണ് ഈ 2026 വിഷു വർഷം. പുരുഷന്മാർ പുതിയ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണം. ഈ വർഷത്തിൽ വളരെയധികം ചതി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളായിട്ടുള്ള ചോതി നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ശുഭകരമായിട്ടുള്ള ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. വിദേശത്ത് പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സുകളാണെങ്കിലും എല്ലാം ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. നല്ല സുഹൃത്തുക്കളെയും നല്ല ഗുരുക്കന്മാരെയും കിട്ടുന്ന ഒരു വർഷമാണ് ഇത്. മാറി നിന്ന സഹോദരങ്ങളും മാറി നിന്ന ബന്ധുമിത്രാദികളും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷമാണ് ഇത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഐക്യം വർദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. വിവാഹ ആലോചനകൾ നടത്തുന്ന പുരുഷന്മാരാണ് എങ്കിൽ അവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ് ഇത്. എന്നാൽ സ്ത്രീജനങ്ങൾക്ക് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം എന്നീ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആലോചിക്കാൻ പാടുള്ളൂ. ബിസിനസ് തുടങ്ങുവാനോ ബിസിനസ് വിപുലീകരിക്കുവാനോ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ 2026 വിഷു വർഷം. കൃഷി, ഭൂമി എന്നീ മേഖലകളിൽ നിന്നും ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. അതുപോലെ തന്നെ ഗൃഹലാഭവും വാഹന ലാഭവും ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ നടന്നിരിക്കും. ദോഷപരിഹാരാർത്ഥം ചോതി നക്ഷത്രത്തിലുള്ളവർ നരസിംഹമൂർത്തിയെ നന്നായി പ്രാർത്ഥിക്കുക. നരസിംഹമൂർത്തി അഷ്ടകമോ അല്ലെങ്കിൽ നരസിംഹ സഹസ്രനാമ സ്തോത്രമോ ലക്ഷ്മി നരസിംഹ സ്തോത്രമോ ഒക്കെ ജപിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നരസിംഹസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് 3 ദിവസം കുളിച്ച് നിർമാല്യമൊക്കെ തൊഴുകുന്നത് വളരെ ഉത്തമമായിരിക്കും. സാധിക്കുന്നവർ അത് ചെയ്യുക. അത് വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാത്തവർ നരസിംഹസ്വാമിയെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. പാനകം പോലുള്ള നേദ്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ദേശത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ എന്ത് വഴിപാടാണോ അവിടെ വിശേഷപ്പെട്ടത് ആ വഴിപാട് നടത്തുക. ഗണപതി ഭഗവാന് മുക്കുറ്റിമാല സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. ചോതി നക്ഷത്രക്കാർ കറുകമാലയേക്കാൾ ഉത്തമം മുക്കുറ്റിമാല സമർപ്പിക്കുന്നതാണ്. കറുകമാല കൊടുക്കുകയാണെങ്കിൽ നാരങ്ങയും കൂടി ചേർത്ത് കെട്ടി കൊടുക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായിരിക്കും. നിങ്ങളുടെ പക്കനാളിന് ഗണപതി ഹോമത്തിന് കൊടുക്കുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും. ഈ വഴിപാടുകളൊക്കെ കഴിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം വിശേഷപ്പെട്ട ഒരു വർഷമായിരിക്കും ഈ 2026 വിഷു വർഷം ചോതി നക്ഷത്രക്കാർക്ക്. എല്ലാ ചോതി നക്ഷത്രക്കാർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കട്ടെ ഈ 2026 എന്ന് ആശംസിക്കുന്നു.